ഹലോ ഗുട്ടൻ ടാഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് പെർഫെക്റ്റ് എന്ന് പറയുന്നതാണ്. നമ്മളിപ്പോ പ്രസന്റിൽ ഒരു സെന്റൻസ്, ജർമ്മനിൽ പ്രസന്റിൽ ഒരു സെന്റൻസ് പറഞ്ഞ് അതിനെ പാസ്റ്റ് ആക്കുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് യൂസ് ആക്കുന്നത്. ഇനി പെർഫെക്റ്റ് നമുക്ക് റൂൾ ഉണ്ട്. അതിൻ്റെയാണ് സൈൻ ഓർഡർ ഹാവൻ പ്ലസ് പാർട്ടിസിപ്സ് വൈ. നമ്മൾ പ്രസന്റിൽ പറയുന്ന ഓരോ സെന്റൻസിനും ഒരു മെയിൻ വെർബ് ആ സെന്റൻസിൽ ഉണ്ടായിരിക്കും. ആ സെന്റൻസിന്റെ മെയിൻ വെർബ് ഏതാണോ അതിന്റെ പാർട്ടിസിപ്സ് വൈ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ടും പെർഫെക്റ്റ് ഉപയോഗിക്കണം. ഇപ്പൊ ഏത് വെർബ് എടുത്താലും അതിൻ്റെതായ പാർട്ടിസിപ്സ് വൈ ഉണ്ടായിരിക്കും. ഇപ്പോ ഇനി സൈൻ ഉപയോഗിക്കുന്ന കേസ് സെക്കൻഡ് പൊസിഷനിൽ സബ്ജക്റ്റിനോട് ചേർന്നിട്ടായിരിക്കും ഹെൽപ്പിംഗ് വെർബായിട്ട് സൈൻ ഓർ അല്ലെങ്കിൽ ഹാവൻ കോൺജുഗേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ ഏതാണോ പ്രസന്റിൽ ഏതാണോ നമ്മുടെ മെയിൻ വെർബ് അതിന്റെ പാർട്ടിസിപ്സ് വൈ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും പോണത്. നമ്മൾ സൈൻ ഓർ ഹാവൻ ആയിരിക്കും സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രസന്റിൽ ഇനി മൂവ്മെന്റ് ഉള്ളത് നമ്മൾ സൈൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് നമ്മുടെ പ്രസന്റിലുള്ള വെർബ് മൂവ്മെന്റ് ഉള്ളതാണെങ്കിൽ സൈന്, മൂവ്മെന്റ് ഇല്ലാത്ത വെർബാണെങ്കിൽ ഹാവൻ. അത് നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. മോസ്റ്റ് ഓഫ് ദി വെർബുകളും വരുന്ന മൂവ്മെന്റ് ഇല്ലാത്തതാണ്, ഒരു 90%. ബാക്കി വരുന്നതാണ് സൈൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇഷ് ഗേഹെ സുർ ഷൂളെ പ്രസന്റില് ഞാൻ സ്കൂളിലോട്ട് പോകുന്നു എന്ന് പറയുന്ന വെർബിന്, ഗേഹനാണ് നമ്മുടെ മെയിൻ വെർബ്, ആ വെർബിന് എന്തായാലും മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇഷ് ഗേഹെ സുർ ഷൂളെ ഞാൻ സ്കൂളിലോട്ട് പോകുന്നു, അതിനെ പാസ്റ്റിലാക്കുമ്പോൾ ആദ്യം ഇഷിനോട് ചേർന്ന് സൈൻ വെർബ് കോൺജുഗേറ്റ്, നമ്മൾ ഗേഹന് മൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഇഷിനോട് ചേർന്ന് സൈൻ വെർബ് കോൺജുഗേറ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് ഗേഹൻ എന്താണ്, ഗേഹനാണ് നമ്മുടെ മെയിൻ വെർബ്, അതിന്റെ പാർട്ടിസിപ്സ് വൈ ആണ് എന്ത്, ഗഗാങ്കൻ എന്ന് പറയുന്നത്. ഓരോ വെർബിനും ഇപ്പൊ മെയിൻ വെർബ് മാഹനായിട്ട് വരുവാണെങ്കിൽ അതിന്റെ പാർട്ടിസിപ്സ് വൈ ഗമാഹ്ട്, ഇനി വേറെ ഇത് കൊമ്മൻ വരുവാണെങ്കിൽ ഗെക്കൊമ്മൻ, അങ്ങനെ ഓരോരോ പാർട്ടിസിപ്സ് വൈ ഓരോ വെർബിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെന്റൻസ് നോക്കാം. ഇഷ് ഗേഹെ സുർ ഷൂളെ ഞാൻ സ്കൂളിലോട്ട് പോകുന്നു, ഞാൻ പ്രസന്റില് സ്കൂളിലോട്ട് പോകുന്നു. ഇനി നമുക്ക് അതിന്റെ പാസ്റ്റ് ആണ് വേണ്ടത്. അപ്പൊ ഇഷിനോട് ചേർന്ന് സബ്ജക്റ്റിനോട് ചേർന്ന് ഗേഹന് മൂവ്മെന്റ് ഇല്ല, സോ സൈൻ വെർബാണ്. മൂവ്മെന്റ് ഇല്ലാണ്ട് വരുമ്പോൾ സൈൻ വെർബാണ് വരേണ്ടത്. സബ്ജക്റ്റിനോട് ചേർന്ന് സൈൻ വെർബ് കോൺജുഗേറ്റ് ചെയ്ത് ഇഷിന്റെ ഒപ്പം ബിന്നായി ഇഷ് ബിൻ സുർ ഷൂളെ. അത് കഴിഞ്ഞിട്ട് എന്താണോ നമ്മുടെ മെയിൻ വെർബിന്റെ പാർട്ടിസിപ്പി അത് ലാസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഗേഹനാണ് നമ്മുടെ പ്രസന്റിൽ മെയിൻ വെർബ്, അതിന്റെ പാർട്ടിസിപ്പി ഗഗാങ്ങൻ ഏറ്റവും ലാസ്റ്റ് പോയി. ഇഷ് ബിൻ സുർ ഷൂളെ ഗഗാങ്ങൻ, ഞാൻ സ്കൂളിലോട്ട് പോയായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത സെന്റൻസ് സ്റ്റിന മാക്ട് ഇയറെ ഹൗസ് ഓഫ് ഗാബൻ. അതിന്റെ അർത്ഥം സ്റ്റിന അവളുടെ ഹോംവർക്ക് ചെയ്യുന്നു. പ്രസന്റില് സ്റ്റിന അവളുടെ ഹോംവർക്ക് ചെയ്യുന്നു. അപ്പൊ മാഹൻ എന്ന് പറയുന്നതിന്റെ പാർട്ടിസിപ്പി ഗമാഹ്ട് ആണ്. ബട്ട് നോക്കുക, മാഹൻ എന്ന് പറയുന്നതിന് മൂവ്മെന്റ് ഇല്ല. മൂവ്മെന്റ് ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ ഹാവൻ ആണ് ഉപയോഗിക്കുന്നത്. മൂവ്മെന്റ് ഉള്ള കേസ് ആണെങ്കിൽ സൈൻ, മൂവ്മെന്റ് ഇല്ലാത്ത കേസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഹാവൻ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ സെന്റൻസിലെ മെയിൻ വെർബ് മാഹനാണ്. പ്രസന്റില് മെയിൻ വെർബ് മാഹനാണ്. അതിനെ പാസ്റ്റ് ആക്കുമ്പോൾ മാഹന് മൂവ്മെന്റ് ഇല്ലാത്ത കാരണം അതിനോട് ചേർന്ന് കോൺജുഗേറ്റ് ചെയ്യണ വെർബ് ഹാവൻ ആയിരിക്കും. അപ്പൊ സ്റ്റിനനെ RCS ഫോമിൽ നമ്മൾ എടുത്തു, അതിനോട് ചേർന്ന് ഹാവൻ കോൺജുഗേറ്റ് ചെയ്ത് സ്റ്റിന ഹാറ്റ് ആയി. അതിന്റെ നമ്മുടെ മെയിൻ വെർബ് ഏതാണോ അതിന്റെ പാർട്ടിസിപ്സ് വൈ ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് ആണ്. അങ്ങനെ മാഹന്റെ പാർട്ടിസിപ്സ് ഗമാഹ്ട് ലാസ്റ്റ്, ബാക്കിയുള്ള ഹൗസ് ഓഫ് ഗാബൻ ഇയറെ ഹൗസ് ഓഫ് ഗാബൻ ഉള്ളിൽ വന്ന് സ്റ്റിന ഹാറ്റ് ഇയറെ ഹൗസ് ഓഫ് ഗാബൻ ഗമാഹ്ട്. സ്റ്റിന അവളുടെ ഹോംവർക്ക് ചെയ്തായിരുന്നു. ഇതിന്റെ അർത്ഥം സ്റ്റിന അവളുടെ ഹോംവർക്ക് ചെയ്യുന്നു, പ്രസന്റിൽ ചെയ്യുന്നു. ഇതതിന്റെ നേരെ പാസ്റ്റ് സ്റ്റിന അവളുടെ ഹോംവർക്ക് ചെയ്തായിരുന്നു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.